തിരുവചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, അങ്ങ് പ്രവാചകനിലൂടെ അരുൾ ചെയ്ത വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് നീ ഞങ്ങൾക്ക് കൃപ തരണമേ. അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, അമ്മയുടെ പുത്രൻ്റെ മഹത്വം ഞങ്ങളുടെ ജീവിതത്തിൽ വ്യാപരിക്കപ്പെടാൻ അമ്മ പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിൻ്റെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചോളണമേ. ആമേ. യെശയ്യായുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 8-ാം വചനത്തിൽ ഇങ്ങനെ പറയുന്നു: അതിനുശേഷം കർത്താവ് അരുൾ ചെയ്തത് ഞാൻ കേട്ടു. ആരെയാണ് ഞാൻ അയക്കുക? ആരാണ് നമുക്ക് വേണ്ടി പോവുക? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ, എന്നെ അയച്ചാലും. ഇതാ ഞാൻ, എന്നെ അയച്ചാലും. ആരെയാണ് ഞാൻ അയക്കുക? ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്ന സ്വരമാണത്. ആരെയാണ് ഞാൻ അയക്കുക? കർത്താവ് പറയുകയാണ്, ആരെയാണ് ഞാൻ അയക്കുക? ആരാണ് നമുക്ക് വേണ്ടി പോവുക? അവിടെ ഒരു പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ഒരു വെളിപ്പെടുത്തലും കൂടിയാണ്. കാരണം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം പറയുകയാണ്, ആരെയാണ് ഞാൻ അയക്കുക? പിതാവിൻ്റെ സ്വരം വീണ്ടും പറയുവാണ്, പുത്രനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ തന്നെ പറയുകയാണ്, ആരാണ് നമുക്ക് വേണ്ടി പോകുന്നത്? ഇത് പിതാവായ ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ഒരു വിങ്ങലിൻ്റെ ഒരു സ്വരമാണ്. ആരാണ് നമുക്ക് വേണ്ടി പോവുക? ഇതിന് മുമ്പാട് നമ്മൾ കാണുന്നുണ്ട്, യെശയ്യായുടെ പുസ്തകം 6-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്: ഉസിയ രാജാവ് മരിച്ച വർഷം കർത്താവ് ഉന്നതനായ ഒരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു. അവിടുത്തെ വസ്ത്രാഞ്ചലം ദേവാലയം മുഴുവൻ നിറഞ്ഞു നിന്നു. അവിടുത്തെ ചുറ്റും സെറാബുകൾ നിന്നിരുന്നു. അവയ്ക്ക് 6 ചിറകുകൾ വീതമുണ്ടായിരുന്നു. 2 ചിറക് കൊണ്ട് മുഖവും 2 കൊണ്ട് പാദവും അവ മറച്ചിരുന്നു. 2 ചിറകുകൾ പറക്കാനുള്ളവയായിരുന്നു. അവ പരസ്പരം ഉദ്ഘോഷിച്ചു കൊണ്ടിരുന്നു: പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ, ഭൂമി മുഴുവൻ അവിടുത്തെ മഹത്വം നിറഞ്ഞിരിക്കുന്നു. അവയുടെ ശബ്ദഘോഷത്താൽ ഭൂമുഖത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഇളകുകയും ദേവാലയം ധൂമപൂരിതമാവുകയും ചെയ്തു. ഇത് കർത്താവിൻ്റെ ഒരു സാന്നിധ്യത്തിൻ്റെ ഒരു വെളിപ്പെടുത്തലാണ്. കാരണം നമുക്കും ദൈവത്തിൻ്റെ സാന്നിധ്യം നിറയും പലപ്പോഴും. നമ്മുടെ ചിന്തയിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ വികാരങ്ങളിലൊക്കെ ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് നമ്മൾ മൂടപ്പെടും. ഈ താബോർ മലയിലൊക്കെ വെച്ച് യേശു രൂപാന്തരപ്പെട്ടപ്പോൾ തൻ്റെ മഹത്വം ശിഷ്യന്മാർ ദർശിച്ചതുപോലെ, ഗത്സമൻ തോട്ടത്തിൽ വെച്ച് നിങ്ങൾ അന്വേഷിക്കുന്ന ക്രിസ്തു യേശു ഞാനാണ് എന്ന് പറയുമ്പോൾ ഒരു മഹത്വം വ്യാപരിക്കുന്ന പോലെ, മോശ ആ മുൾപ്പടർപ്പിൽ ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചപ്പോൾ മോശയ്ക്കുണ്ടായ ഒരു അനുഭവം പോലെ നമ്മൾ ഈ ദൈവമഹത്വം അനുഭവിച്ച് കഴിയുമ്പോൾ, നമ്മുടെ ജീവിതത്തിലേക്ക് ഈ ഒരു മഹത്വം വന്നു കഴിയുമ്പോൾ ഈ ഒരു അനുഭവത്തിലൂടെ നമ്മളും കടന്നു പോകും. അങ്ങനെ കടക്കുമ്പോൾ ഒരു 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 സംഭവം അവിടെ നടന്നിരിക്കണം. അതാണ് ഈ 5-ാമത്തെ വചനത്തിൽ പറയുന്നത്. അതായത് ഒരു ദൈവിക സാന്നിധ്യം ഞാൻ അനുഭവിച്ചാൽ ഞാൻ ആദ്യം മനസ്സിലാക്കുന്നത് എന്നെ തന്നെയാണ്. ഞാൻ ആദ്യം മനസ്സിലാക്കുന്നത് എന്നെ തന്നെയാണ്. കാരണം ആ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. മോശയോട് പറയുന്നുണ്ട്, നീ നിൻ്റെ കാലിലെ ചെരുപ്പഴിച്ച് മാറ്റ്, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. ശിഷ്യന്മാർ കമഴ്ന്ന് വീണു എന്നാണ് പറയുന്നത്. ആ ദിവ്യപ്രകാശം കണ്ടിട്ട്, ആ തേജസ് കണ്ടിട്ട്, ആ രൂപാന്തരീകരണം കണ്ടിട്ട് ശിഷ്യന്മാർ കമന്ന് വീണു. അത് ഞാനാണ് എന്നൊരു സ്വരം കേട്ടപ്പോൾ അവിടുത്തെ പടയാളികളെല്ലാം കമഴ്ന്നു വീണു. കാരണം ആ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. കാരണം പരമപരിശുദ്ധിയാണ് അവിടെ. ദൈവം എന്ന് പറയുന്നത് പരമപരിശുദ്ധിയാണ്. ആ പരിശുദ്ധിയുടെ മുമ്പിൽ അശുദ്ധനായ എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ കമഴ്ന്നു വീണു. കാരണം ആ ഒരു പരിശുദ്ധിയുടെ വെളിച്ചം അടിക്കുമ്പോൾ നമുക്ക് പറ്റത്തില്ല. കാരണം ഞാൻ അശുദ്ധനാണ്. ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അവിടെ യെശയ്യാ നിലവിളിച്ച് ശരിക്കും ഒരു റിയൽ കൺഫെഷനാണ് യെശയ്യാ നടത്തുന്നത്. ഒരു യഥാർത്ഥ കുമ്പസാരമാണ് യെശയ്യാ അവിടെ നടത്തുന്നത്. യെശയ്യാ പറയാണ്, ഞാൻ പറഞ്ഞു, എനിക്ക് ദുരിതം, ഞാൻ നശിച്ചു. എന്തെന്നാൽ ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യേ വസിക്കുന്നവനാണ്. ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനാണ്. എൻ്റെ നയനങ്ങൾ, ഈ പാപകരമായ അശുദ്ധിയുള്ള എൻ്റെ നയനങ്ങൾ എൻ്റെ ദൈവമായ കർത്താവിനെ ദർശിച്ചുവല്ലോ. ദിസ് ഈസ് ദ റിയൽ കൺഫെഷൻ.
ഇതാണ് യഥാർത്ഥ കുമ്പസാരം. ഒരു ദൈവിക അനുഭവം നമുക്കുണ്ടായെങ്കിൽ മാത്രം, ഒരു ദൈവിക സന്ദർശനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്കിങ്ങനെ ഒരു യഥാർത്ഥ കുമ്പസാരം നടത്താനായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ. അതുവരെ നമ്മൾ മറ്റുള്ളവരുടെ കുറ്റങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും യെശയ്യായുടെ പുസ്തകം 5-ാം അധ്യായത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, അധർമ്മികൾക്ക് ദുരിതം എന്ന് പറഞ്ഞിട്ട് കുറേ ടോപ്പിക്ക് ഇങ്ങനെ പറയുന്നുണ്ട്. മറ്റാർക്കും വസിക്കാൻ ഇടം കൊടുക്കാത്ത വിധം വീടോട് വീട് ചേർത്ത് വയലിനോട് വയൽ ചേർത്ത് തൻ്റെ മധ്യത്തിൽ തനിച്ച് വസിക്കുന്നവന് ദുരിതം. യെശയ്യാ പറയാണ്, ഓരോരുത്തർക്കും ഇങ്ങനെ പറയാണ്, സൈനികരുടെ കർത്താവ് ശപഥം ചെയ്യുന്നത് ഞാൻ കേട്ടു, അനേകം മന്ദിരങ്ങൾ നിർജ്ജനമാകും, മനോഹരമായ മാളികകളിൽ വസിക്കാൻ ആളില്ലാതെ ശൂന്യമായി കിടക്കും. ഇതൊക്കെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ പലപ്പോഴും ഇങ്ങനെ പുറത്തോട്ടൊക്കെ നോക്കുമ്പോഴൊക്കെ ഇതൊക്കെ കാണാം നമുക്ക്. 10 ഏക്കർ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് ഒരു ബത്ത് വീനും ഒരു ഹോമർ വിത്തിൽ നിന്ന് ഒരു എഫ ധാന്യവും മാത്രം വിളവ് ലഭിക്കും. ലഹരി പാനീയങ്ങളുടെ പിന്നാലെ ഓടാൻ വേണ്ടി അതിരാവിലെ ഉണരുകയും വീഞ്ഞ് കുടിച്ച് മതിക്കാൻ വേണ്ടി ഉറങ്ങാതിരിക്കുകയും ചെയ്യുന്നവന് ദുരിതം. അവരുടെ ഉത്സവങ്ങളിൽ വീണയും കിന്നരവും തപ്പും കുഴലും വീര്യമേറിയ വീഞ്ഞുകൊണ്ട്, എന്നാൽ അവർ കർത്താവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് ചിന്തിക്കുകയോ അവിടുത്തെ കരവേലകളെക്കുറിച്ച് നോക്കുകയോ ചെയ്യുന്നില്ല. എൻ്റെ ജനം അജ്ഞത നിമിത്തം അടിമത്തത്തിലേക്ക് നീങ്ങുന്നു. അവരുടെ പ്രഭുക്കന്മാർ വിശപ്പ് കൊണ്ട് മരിക്കുകയും അനേകർ ദാഹാർദ്രരായി കഴിയുകയും ചെയ്യുന്നു. അതിനാൽ പാതാളത്തിൻ്റെ ആർത്തി വർദ്ധിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതുപോലെ 18-ാം വചനത്തിൽ 5:18 പറയുന്നത്, നുണയുടെ കയറ് കൊണ്ട് അകൃത്യത്തെ വലിച്ചിഴയ്ക്കുന്നവന് ദുരിതം, പാപത്തെ കയറ് കെട്ടി വലിക്കുന്നവന് ദുരിതം എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവർക്ക് ദുരിതം. 23-ാം വചനത്തിൽ പറയുന്നു, കൈക്കൂലി വാങ്ങി കുറ്റവാളിയെ മോചിപ്പിക്കുകയും നിരപരാധിക്ക് നീതി നിഷേധിക്കുകയും ചെയ്യുന്നവന് ദുരിതം. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഈ യെശയ്യാ പ്രവാചകൻ ഒരു സുപ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയാണ്. കാരണം നമ്മൾ ഈ കുമ്പസാരിക്കാൻ പോകുന്നുണ്ട്. നമ്മുടെ കുമ്പസാരം എങ്ങനെയാണ്? അവിടെ ചെല്ലും, ചെയ്ത വൃത്തികേടൊക്കെ എണ്ണി അങ്ങോട്ട് പറയും. ഇതൊക്കെ കേൾക്കുന്ന വൈദികൻ കുറേ റെസ്റ്റിറ്റ്യൂഷൻസ്, പ്രയേഴ്സൊക്കെ പറയും. നമ്മൾ ഇതൊക്കെ ചെന്ന് നല്ല നീറ്റായിട്ട് തന്നെ ചെയ്യും. എന്നിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ചെല്ലും. വീണ്ടും ചെന്നിട്ട് 2 ആഴ്ചയ്ക്ക് മുമ്പ് എന്ത് പറഞ്ഞോ അത് തന്നെ റിപ്പീറ്റ് ചെയ്യും. എന്തേ ഇതിന് കാരണം? കാരണം ഞാൻ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാത്തൊരു വ്യക്തിയാണ്. എനിക്കൊരു കുമ്പസാരം ഒരു അറിവ് മാത്രമേ ഉള്ളൂ, ഒരു ചടങ്ങ് മാത്രമേ ഉള്ളൂ. ആ ചടങ്ങ് തീർക്കാൻ വേണ്ടി ഞാൻ ചെല്ലുന്നത്. ആണ്ടുവട്ടത്തിൽ ഒരിക്കൽ പോയി ചെയ്യണമല്ലോ, ആ ഒരു ചടങ്ങ് നിവർത്തിക്കാൻ വേണ്ടി ഞാൻ ചെന്ന് ചെയ്യും. അതിനല്ല കുമ്പസാരം എന്ന് പറയണത്. കാരണം കുമ്പസാരം എന്ന് പറയുന്നത് നമ്മൾ ചെയ്ത തെറ്റിനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റണം. എൻ്റെ കുറവിനെ ഞാൻ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കണമെങ്കിൽ ഒരു യഥാർത്ഥ ഒരു ദൈവിക സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങണം. യെശയ്യാ കണ്ടതുപോലെ സെറാഫുകൾ ആരാധിക്കുന്ന ഒരു കർത്താവിൻ്റെ മഹത്വം, പരിശുദ്ധൻ 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 എന്ന് ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ആ അനന്ത സൃഷ്ടാവായ ആ കർത്താവിൻ്റെ മഹത്വം നമ്മൾ ദർശിക്കണം. ആ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം. ആ സാന്നിധ്യം കടന്നു വരുമ്പോൾ എൻ്റെ മക്കളെ നമുക്ക് പുറത്തോട്ട് നോക്കാൻ നമുക്ക് പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ നോക്കാൻ തുടങ്ങും. നമ്മുടെ കുറവുകളെ നമ്മൾ റിവീൽ ചെയ്യാൻ തുടങ്ങും. ഞാൻ ഇങ്ങനെ ഒരു വ്യക്തിയാണ്. കാരണം യെശയ്യാ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, യേശു ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച്, അവൻ്റെ പീഡാസഹനത്തെക്കുറിച്ച് ഇതുപോലെ ശക്തമായിട്ട് പ്രവചിച്ച ഒരു പ്രവാചകനില്ല. ബാബിലോൺ പ്രവാസകാലത്ത് യഹൂദ ജനങ്ങളെ പിടിച്ചു നിർത്തിയ പ്രവാചകനാണ്. അങ്ങനെ ഒരു പ്രവാചകൻ പോലും ഈ കർത്താവിൻ്റെ മഹത്വം കണ്ടപ്പോൾ ആ പ്രവാചകൻ്റെ തെറ്റ് ആ പ്രവാചകൻ മനസ്സിലാക്കുകയാണ്. കാരണം ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനാണ്, അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യേ വസിക്കുന്നവനാണ്. അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്ത് ഏറ്റു പറയുക. നമ്മുടെ കാര്യമോ? നമ്മൾ ഈ നാക്ക് വെച്ച് എന്തൊക്കെയാണ് ചെയ്യുന്നത്? ശരിയല്ലേ? ഈ നാവ് തീയാന്നാണ് പറയുന്നത്. എന്ത് പറയുന്നു അതുപോലെ സംഭവിക്കുന്ന പറയുന്നത്. ഒരു നെഗറ്റീവായിട്ടൊരു വാക്ക് നിൻ്റെ നാവിൽ നിന്ന് വരരുതെന്നാണ് പറയുന്നത്. നീ എന്ത് പറയുന്നു അത് തന്നെ നിനക്ക് ഭവിക്കും. രാവിലെ എണീറ്റിട്ട് ഇന്നത്തെ ദിവസം പോക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം പോക്കാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ വാക്ക് പുറത്തോട്ട് വരുന്നത് അതിന് ശക്തിയുണ്ട്. കാരണം വചനം എന്ന് പറയുന്നത് ശക്തിയാണല്ലോ. ദൈവത്തിൻ്റെ വചനം നമ്മളിങ്ങനെ പറയെ ഇങ്ങനെ അഭിഷേകം നിറഞ്ഞുകൊണ്ടിരിക്കും. ഞാനൊക്കെ ഇപ്പോൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഞാനൊരു IT കമ്പനിയിൽ ഓപ്പറേഷൻ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഞാനപ്പോൾ ഇങ്ങനെ വർക്ക് ചെയ്യുമ്പം എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എൻ്റെ ലാപ്പിൽ ഞാനിങ്ങനെ എൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഗോസ്പൽസ് ഇങ്ങനെ പ്ലേ ചെയ്യും. ഓഡിയോ ബൈബിൾസ് ഉണ്ട്, ന്യൂ ടെസ്റ്റ്മെൻറ്റ്, ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് ഒക്കെ ഉണ്ട്. ഈ ഗോസ്പൽസും സങ്കീർത്തനങ്ങൾ, സാമും ഇതിങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും.
അപ്പോൾ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വർക്കിന് യാതൊരു പ്രശ്നം ഉണ്ടാകുന്നില്ല. കാരണം ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വചനത്തിൻ്റെ അരൂപി ഇങ്ങനെ അങ്ങോട്ട് വ്യാപരിക്കുകയാണ്. അത് മുഴുവൻ നന്മയാണല്ലോ. അപ്പോൾ ഈ നന്മയുടെ അരൂപി ഇങ്ങനെ അങ്ങ് വ്യാപരിക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലം അങ്ങ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ സകല തിന്മകളുടെ സ്വാധീനങ്ങളും വിട്ടുപോവാണ്. നമുക്ക് പണി ചെയ്യാനുള്ള മടി ആദ്യം വിട്ടുപോവുക. നമുക്ക് നല്ല ഉത്തരവാദിത്വം വരുവാണ്. കാരണം അതിനോടൊരു റെസ്പോൺസിബിലിറ്റി വരുവാണ്. അതിൻ്റെ ഒരു ഔട്ട്കം നമ്മൾ സെറ്റ് ചെയ്യുകയാണ്. അതായത് ഇന്ന കാര്യം ചെയ്യുമ്പോൾ ഇന്നതിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഒരു ഉത്തരവാദിത്വം നമ്മൾ കാണിക്കാൻ തുടങ്ങുക. അങ്ങനെ ഒരു ലെവലിലേക്ക് നമ്മൾ തന്നെ അങ്ങ് മാറുക. നമ്മൾ തന്നെ അങ്ങ് മാറുമ്പോഴത്തേക്ക് നമ്മൾ പോലും അറിയാതെ നമുക്ക് റിസൾട്ട് ഉണ്ടാകാൻ തുടങ്ങുക. ആ വർക്കിലൊക്കെ പെട്ടെന്ന് നമുക്ക് തീർക്കാൻ പറ്റുന്നുണ്ട്. ടൈം വേസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ആ ഒരു വചനത്തിൻ്റെ ശക്തി പോലും അതുവഴിയാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതുപോലെ തന്നെയാണ് നമ്മൾ ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോഴും. കാരണം അത് ചില സ്വഭാവങ്ങളൊക്കെ ഉണ്ട്. ഞാനൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. എനിക്കും അങ്ങനത്തെയൊക്കെ ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. ചിലപ്പോഴൊക്കെ ഇങ്ങനെ ചിലരൊക്കെ ഇങ്ങനെ പൂത്ത് കുലച്ച് നിൽക്കുന്ന ഒരു മാവിനെ നോക്കിയിട്ടൊക്കെ എന്ത് കായെന്ന് പറയും, അപ്പം തന്നെ ഇത് സാധനം പൊഴിഞ്ഞു പോകുന്നതാണ്. കാരണം നാവിന് അത്രമാത്രം ശക്തിയാണ്. ചില നാവിന് ഇതിങ്ങനെയാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ. ഈശോ പറയുന്നുണ്ട് ഈ എന്താ പറയണേ, വിലകെട്ടവ പറയാതെ, ജെറമ്യയുടെ പുസ്തകത്തിലൊക്കെ പറയുന്നത്, വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം പറഞ്ഞാൽ നീ എൻ്റെ നാവ് പോലെയാകും. നമ്മൾ നാവിൽ ഒരു വിശുദ്ധി കാക്കേണ്ടവരല്ലേ. അങ്ങനെ വിശുദ്ധി കാത്ത് എൻ്റെ നാവിനെ ഞാൻ നിർമ്മലമായി സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് പറയുന്നോ അതങ്ങനെ ആയിരിക്കും. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ അതുണ്ടാകും. പ്രകൃതി ശക്തികൾക്കും ഇതേപോലും കർത്താവ് നിൻ്റെ നാവിന് അധികാരം തരും. അവിടെ നിൽക്കാൻ പറഞ്ഞാൽ അത് അവിടെ നിൽക്കും, വരില്ല. സൃഷ്ടിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കപ്പെടും. കാരണം നാവിന് അത്രയ്ക്ക് ശക്തിയുണ്ട്. നാവ് തീയാന്നാണ് പറയുന്നത്, ദഹിപ്പിക്കുന്ന അഗ്നിയാണ് നാവ്. ഏലിയ അതരം തുറന്നപ്പോൾ അഗ്നിയുടെ നാവുകൾ പോലെയാണ് ദൈവത്തിൻ്റെ വചനം പന്തം പോലെ ജ്വലിച്ചെന്നാണ് പറയുന്നത്. ഒരു പന്തത്തിൻ്റെ ഇങ്ങനെ ഈ ആരോസൊക്കെ ഇങ്ങനെ വിട്ടുന്ന പോലെ ഏലിയയുടെ നാവിൽ നിന്ന് വചനത്തിൻ്റെ ശക്തി അങ്ങോട്ട് വരാൻ തുടങ്ങിയത്. സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കിയ മനുഷ്യനല്ലേ. അത് നാവിൻ്റെ ശക്തി അത്രയാണ്. ഇപ്പോൾ യെശയ്യാ പ്രവാചകൻ പോലും നിലവിളിക്കുകയാണ്, ഞാൻ അങ്ങനെ ഒരു വ്യക്തിയാണ്, അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യേ വസിക്കുന്നവനുമാണ്. ദിസ് ഇസ് എ റിയൽ കൺഫെഷൻ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ഏറ്റവും എൻ്റെ ജീവിതത്തിൽ നടത്തിയ ഏറ്റവും നല്ല കുമ്പസാരം ഒരു വൈദികൻ്റെ അടുത്താണ്. ഒരു കേസിൽ പിടിക്കപ്പെട്ട ഒരു വൈദികനാണ്. ആ വൈദികൻ ഇന്ന് കുറ്റവിമുക്തനായിട്ട് പ്രഖ്യാപിച്ചു. ഇന്ന് ആൾ കുറ്റം ചെയ്തിട്ടില്ല എന്നാൽ കോടതി വിധിച്ചൊരു വൈദികനാണ്. അപ്പോൾ ആദ്യമൊക്കെ എനിക്കും ഇങ്ങനെ ഒരു നെഗറ്റീവ്സമായിരുന്നു ഈ അച്ഛനോട്, എന്താ ഇവരൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കണേ. പക്ഷേ ഞാൻ ആ വൈദികൻ്റെ അടുത്ത് തന്നെ കുമ്പസാരിക്കാനായിട്ട് കർത്താവ് ഒരു അവസരം എനിക്ക് നൽകി. അങ്ങനെ ഞാൻ ചെന്ന് ആ അച്ഛനോട് പറഞ്ഞു. അച്ഛൻ എന്നെ ഒരു ദിവസം വിളിച്ചു, മോനെ എനിക്കൊരു കൂട്ടായ്മയുണ്ട്, നീ ഒരു സെഷൻ എടുക്കാനായിട്ട് ഒന്ന് വരാമോ? അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ എനിക്കൊന്ന് കുമ്പസാരിക്കണം. ശരിക്കും പറഞ്ഞാൽ ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ മുട്ടുകുത്തിയത് മാത്രം ഞാൻ ഓർക്കുന്നുണ്ട്. എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഈ ഹൃദയമൊക്കെ അങ്ങോട്ട് തകർന്നു പോവുക. ഒരു ചില്ലൊക്കെ ഇങ്ങനെ വീണ് പൊട്ടിച്ചെതർന്ന പോലെ. അന്നാണ് ശരിക്കും എൻ്റെ ഉള്ളിലെ ഈ അഹങ്കാരമൊക്കെ അങ്ങ് തീരുന്നത്. ഞാനൊരു 10-15 മിനിറ്റ് അവിടെ നിന്ന് ഏങ്ങി കരയായിരുന്നു. വേറെ ഒന്ന് വിങ്ങി ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ. അതിനുശേഷം ആ വൈദികൻ എനിക്ക് ആശീർവാദം തന്നിട്ട് ആ വൈദികൻ സ്വർഗം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഇന്നതാ മോനെ. ഇതൊക്കെ കേക്കെ നമ്മൾ വീണ്ടും ഇങ്ങനെ തകരുക. പാപിനിയായ സ്ത്രീയൊക്കെ കുമ്പസാരിച്ചില്ലേ. ശരിക്കും അതൊക്കെയാണ് ഒരു റിയൽ കൺഫെഷൻ എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം യേശുവിൻ്റെ കാൽപാദത്തിൽ ഇരുന്ന് കണ്ണീര് കൊണ്ട് കാല് കഴിയുമെന്നാണ് പറയുന്നത്. യഹൂദമത ആചാരം അനുസരിച്ച് യേശു കാല് കഴിയിട്ട് അകത്ത് കയറിയേക്കുന്നത്. കാല് കഴുകാതെ ഒരു റൂമിനകത്ത് കയറത്തില്ല. എന്നിട്ട് കണ്ണീര് കൊണ്ട്, അത് അനുതാപത്താലുള്ള കണ്ണീരാണ്. നമ്മൾ ഈ തോന്നിയവാസം എല്ലാം കാണിച്ചിട്ട് ഒരിറ്റ് കണ്ണീര് പോലും പൊഴിക്കാതെ അവിടെ ചെന്ന് പറഞ്ഞിട്ട് എന്താ പ്രയോജനം? ഒരു പശ്ചാത്തപിക്കുന്ന ഒരു ഹൃദയമില്ലാതെ, അനുതാപത്തിൻ്റെ ഒരിറ്റ് കണ്ണീര് പോലും പൊഴിക്കാതെ അവിടെ ചെന്ന് ഏറ്റു പറഞ്ഞിട്ട് എന്ത് കാര്യം? അതിനുശേഷം ആ സ്ത്രീയെ ഈ മുടിയെടുത്ത് കാലൊക്കെ തുടച്ചു കൊടുക്കാമെന്നാണ് പറയുന്നത്. എന്താ അവിടെ തുണിയും ഷോളൊന്നും ഇല്ലായിരുന്നോ? അതല്ല അവിടെ സൂചിപ്പിക്കണത്. കാരണം മുടി എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ സൗന്ദര്യമാണ്. ഒരു സ്ത്രീയുടെ സൗന്ദര്യം മുടിയിലാണ്. എന്നിട്ട് ആ സൗന്ദര്യം പോലും കർത്താവിന് അടിയറവ് വയ്ക്കുക. അതുകൊണ്ടാണ് സിസ്റ്റേഴ്സൊക്കെ ഉടുപ്പിടുമ്പോൾ മുടി മുറിക്കും. അവരുടെ ഫസ്റ്റ് പ്രൊഫഷൻ്റെ സമയത്ത് മുടി മുറിക്കും. ഉടുപ്പിടുന്നതിന് മുമ്പ് മുടി മുറിക്കും. കാരണം ആ സൗന്ദര്യം പോലും കർത്താവിന് അടിയറവ് വയ്ക്കുക. എന്നിട്ട് ആ സുഗന്ധ തൈലം എടുത്ത് ആ തലയെക്കൂടി മുഴുവൻ ഒഴിച്ച് ഒരു അഭിഷേകം ചെയ്യുക കർത്താവിനെ. ആ സുഗന്ധ തൈലം പൂശിക്കൊണ്ടാണ് അവൾ പാപം ചെയ്യാൻ പൊയ്ക്കൊണ്ടിരുന്നത്.
അതിന് ചെയ്യത്തില്ലെന്നൊരു തീരുമാനം. അത് ദിസ് ഇസ് ദ റിയൽ കൺഫെഷൻ. ഒരു അനുതപിക്കുന്ന ഒരു ഹൃദയത്തോടെ, അനുതാപത്തിൻ്റെ കണ്ണുനീരോടുകൂടി, ഉറച്ച തീരുമാനത്തോടു കൂടി വിങ്ങിപ്പൊട്ടിക്കൊണ്ട് കുമ്പസാരിക്കുന്നതാണ് ഒരു റിയൽ കുമ്പസാരം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ചെയ്യുന്ന വൃത്തികേടൊക്കെ അവിടെ ചെന്ന് പറഞ്ഞിട്ട് ഇത് ചടങ്ങ് തീർക്കലല്ല. അത് യേശയ്യൊക്കെ പറയുന്ന പോലെ അക്സെപ്റ്റൻസ് ഓഫ് സിൻ ആണ്. നമ്മുടെ തെറ്റിനെ നമ്മൾ തന്നെ അംഗീകരിക്കലാണ് കുമ്പസാരം എന്ന് പറയുന്നത്. അങ്ങനെ അംഗീകരിച്ചെങ്കിൽ മാത്രമേ അതിനെ മറികടക്കാനുള്ളൊരു കരുത്ത് കർത്താവ് തരത്തുള്ളൂ. അതാ യേശയ്യൊക്കെ നിലവിളിക്കുന്നത്, ഞാൻ നശിച്ചു, എനിക്ക് ദുരിതം. അതിന് അടുത്ത വചനം പറയുന്നുണ്ട്, എന്തെന്നാൽ സൈന്യങ്ങളുടെ കർത്താവിനെ, രാജാവിനെ എൻ്റെ നയനങ്ങൾ ദർശിച്ചിരിക്കുന്നു. 6-ാം വചനത്തിൽ പറയുന്നു, അപ്പോൾ സെറാബുകളിലൊന്ന് ബലിപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ടെടുത്ത ഒരു തീക്കനലുമായി എൻ്റെ അടുത്തേക്ക് പറന്നു വന്നു. ബലിപീഠത്തിൽ നിന്ന് എടുത്ത തീക്കനൽ, അത് വിശുദ്ധ കുർബാനയാണ്, അത് പരിശുദ്ധ കുർബാനയാണ്. ഈ ഒരു റിയൽ കൺഫെഷന് ശേഷം നീ സ്വീകരിക്കുന്ന പരിശുദ്ധ കുർബാന കൊടിൽ കൊണ്ടൊരു തീക്കനലുമായി എൻ്റെ അടുത്തേക്ക് പറന്നു വന്നു. അവ എൻ്റെ അധരത്തെ സ്പർശിച്ചിട്ട് പറഞ്ഞു, വിശുദ്ധ കുർബാന ദൈവത്തിൻ്റെ തീക്കട്ട, ജീവിക്കുന്ന തീക്കട്ട, ആ അഗ്നി എൻ്റെ നാവിൽ തൊട്ടിട്ട് എന്നോട് പറഞ്ഞു, പ്രവാചകൻ പറയാണ്, ഇത് നിൻ്റെ അധരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു, നിൻ്റെ മാലിന്യം നീക്കപ്പെട്ടു, പാപം ക്ഷമിക്കപ്പെട്ടു. അവിടെയാണ് പറയുന്നത്, നിൻ്റെ മാലിന്യം, ആ പാപത്തിൻ്റെ മാലിന്യം ഞാൻ നീക്കുകയാണ്, നിൻ്റെ പാപം ഞാൻ ക്ഷമിക്കുകയാണ്. അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ്, 5-ാം വചനത്തിൽ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ്, ഞാൻ അങ്ങനെ ഒരു വ്യക്തിയാണെന്ന് അംഗീകരിച്ചത് കൊണ്ടാണ്, അതിനെ ഓർത്ത് അനുതപിച്ചത് കൊണ്ടാണ്. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാണ്, പ്രവാചകൻ ഇങ്ങനെയായിരിക്കും, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് ഇവർക്ക് ദുരിതം. കാരണം നാവ് കൊണ്ട് ഞാൻ തെറ്റ് ചെയ്തു പോയി. കാരണം എനിക്കാണ് ദുരിതം, എനിക്കാണ് പ്രശ്നം. അതിനെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് ഈ ഒരു സംഭവം നമ്മളിവിടെ ഉണ്ടാവുന്നത്, ഈ മാലിന്യം നമ്മളിൽ നിന്ന് നീക്കപ്പെടുന്നത്, ഈ പാപം പരിപൂർണമായിട്ട് നമുക്ക് ക്ഷമിച്ച് കിട്ടുന്നത്. ആ ഒരു പരിശുദ്ധ കുർബാന സ്വീകരണം. അല്ലാതെ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. നീ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ അങ്ങനെയാണോ പോകുന്നത്? നീ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ ദേവാലയത്തിന് പിന്നാമ്പുറത്തൊരു കൂടുണ്ടല്ലോ, കുമ്പസാരക്കൂടല്ലേ, അവിടെ നീ വിശുദ്ധീകരിച്ചിട്ടാണോ നീ പോണത്? വിശുദ്ധീകരിച്ചിട്ടാണോ നീ ആ ഈശോയെ നാവിലോട്ട് സ്വീകരിക്കണത്? ഇത് നമ്മളൊന്ന് ചിന്തിക്കേണ്ട വിഷയമല്ലേ? അല്ലാതെ നമ്മളിങ്ങനെ പോയിട്ട് കാര്യമുണ്ടോ? എന്നിട്ട് കുമ്പസാരത്തെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞാൽ അതിൻ്റെ പുറകെ കിടന്ന് ചർച്ചയും കാര്യങ്ങളും ഒക്കെയാണ്. അതല്ല കുമ്പസാരം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തെ, കുമ്പസാരക്കൂടെന്നൊക്കെ പറയുന്നത് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന കൂടാണ്, മാറ്റങ്ങൾ വരുത്തുന്ന കൂടാണ്, നമ്മുടെ ജീവിതത്തെ അട്ടിമുട്ടി മാറ്റിമറിക്കുന്ന കൂടാതെ. അവിടെ നിൻ്റെ പാപം മാത്രം വിളമ്പേണ്ട സ്ഥലം മാത്രമല്ല, അത് തീരുമാനങ്ങൾ എടുക്കേണ്ട സ്ഥലമാണ്, അത് ഉറച്ച തീരുമാനം എടുക്കേണ്ട സ്ഥലമാണ്, അനുദപിക്കേണ്ട സ്ഥലമാണ്, ഷെയർ ചെയ്യേണ്ട സ്ഥലമാണ്. അവിടെ നിന്ന് ഉറച്ച തീരുമാനത്തോടെ വേണം വെളിയിലേക്ക് ഇറങ്ങാനായിട്ട്. ഞാനൊക്കെ ഓർക്കുന്നുണ്ട്, ഞാനൊരു ദിവസം ഇങ്ങനെ ഞങ്ങളുടെ എറണാകുളത്ത് ഒരു ആശ്രമപ്പള്ളിയുണ്ട്, അവിടെ ഒരു ദിവസം ഇങ്ങനെ നന്നായിട്ട് ഒരുങ്ങി, കുറേ നാൾ കൂടി നന്നായിട്ടൊന്ന് ഒരുങ്ങി ഒന്ന് കുമ്പസാരിച്ചെല്ലാം കഴിഞ്ഞപ്പോൾ നല്ലൊരു പ്രായമുള്ളൊരു വൈദികൻ, ഒരു നല്ലൊരു മനുഷ്യൻ, ഒരു അപ്പനെ പോലെ ചേർത്ത് പിടിക്കുന്ന ഒരു ഞാനൊക്കെ കുമ്പസാരിക്കാൻ പോകുന്നത് എന്നെ ഏറ്റവും അറിയാവുന്നവരടുത്ത് ഞാൻ പോകത്തുള്ളൂ. കാരണം അവർക്ക് എന്നെ അറിയാം, അവരോട് എനിക്ക് എന്തും തുറന്ന് പറയാം. കാരണം എൻ്റെ മാനസിക അവസ്ഥ, എൻ്റെ ശാരീരിക അവസ്ഥ, എൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ അവർക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് എനിക്ക് കിട്ടേണ്ട ഡയറക്ഷൻ കറക്റ്റ് അവരുടെ കയ്യിൽ നിന്ന് കിട്ടും. ഒരു ദിവസം ഞാൻ ഓർക്കുന്നുണ്ട്, M.Tech പഠിക്കുന്ന സമയത്ത് എനിക്ക് ഒത്തിരി പ്രിയപ്പെട്ട ഒരു വൈദികൻ്റെ അടുത്ത് എന്നെ കുമ്പസാരിക്കാൻ പറ്റും. ചെറിയ കാര്യങ്ങൾ പറഞ്ഞ്, പ്രഭാഷണൻ്റെ പുസ്തകത്തിലെ വചനമാണ്, ചെറിയ കാര്യങ്ങളിൽ വീഴ്ച വരുത്തുന്നവൻ അല്പാൽപമായി നശിക്കുന്നു. നീ വിശുദ്ധ കുർബാനയുടെ ഫ്രണ്ടിൽ ഈ വചനത്തെക്കുറിച്ച് ധ്യാനിച്ചിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. എൻ്റെ ജീവിതത്തെ ഒത്തിരി മാറ്റം വരുത്തിയൊരു സംഭവമാണത്. ചെറിയ കാര്യങ്ങളിൽ വീഴ്ച വരുത്തുന്നത്, ഒരു ദിവസം പ്രാർത്ഥിക്കാൻ മറക്കുന്നത് ചെറിയൊരു വീഴ്ചയാണ്. എൻ്റെ ഒരു അപ്പനെന്ന ഉത്തരവാദിത്വം നമ്മൾ മറക്കുന്നത് ചെറിയൊരു വീഴ്ചയാണ്. ഇനി എൻ്റെ ജോലിയിൽ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം ഞാൻ ചെയ്യുന്നില്ല, ചെറിയൊരു വീഴ്ചയാണ്. പക്ഷേ ഈ ചെറിയ വീഴ്ചകൾ ഒരുത്തനെ അല്പാൽപമായി അവൻ നശിച്ചുകൊണ്ടിരിക്കുക. വലിയൊരു കുഴിയിലേക്ക് മൂക്ക് കുത്തുന്നതിൻ്റെ ഒരു മുന്നോടിയാണ് കുഞ്ഞു വീഴ്ചകൾ. അത് സങ്കീർത്തകനൊക്കെ പറയുന്നുണ്ടല്ലോ, കർത്താവേ എനിക്ക് അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന് നീ എന്നെ കാത്തുകൊള്ളണേ, അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന് നീ എന്നെ കാത്തുകൊള്ളണേ. അതുപോലും അനലൈസ് ചെയ്യപ്പെടേണ്ടതല്ലേ. അങ്ങനെ ഞാൻ ഈ ആശ്രമപ്പള്ളിയിലെ വൈദികൻ്റെ അടുത്ത് കുമ്പസാരിച്ച് കഴിഞ്ഞപ്പോൾ, അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ വൈദികൻ എന്നോട് ഇങ്ങനെ ചോദിക്കുകയാണ്, മോനെ നമ്മൾ നല്ലൊന്ന് വിശുദ്ധീകരിച്ച് കഴിഞ്ഞ് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നിനക്ക് രണ്ടാമതൊരു കുഞ്ഞിനെ തന്നാൽ നീ സ്വീകരിക്കുമോ? ഭയങ്കര സന്തോഷമായി. കാരണം ഒരു പുതു ജീവൻ നമ്മളിലൂടെ വരുമല്ലേ.
നിസ്സാര കാര്യമാണോ? ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമായിട്ടാണോ കരുതുന്നത്? നിസ്സാര കാര്യമല്ല. ഇത് സ്വിച്ച് ഇടുമ്പോഴത്തേക്ക് കുഞ്ഞുണ്ടാവാനും സ്വിച്ച് ഓഫ് ചെയ്യുമ്പം ഉണ്ടാകാതിരിക്കാനും ഇത് ഇൻസ്ട്രുമെൻ്റ് ഒന്നുമല്ല. ദൈവത്തിൻ്റെ ദാനമാണ് ഓരോ കുഞ്ഞുങ്ങളും. അത് കർത്താവിനൊരു സമയമുണ്ട്, ഒരിക്കലും സമയമുണ്ട്, അപ്പോഴേ ഇതുണ്ടാവത്തുള്ളൂ. അതിനൊരു പ്രത്യേക ചൈതന്യമുണ്ട്. ആ ഒരു ചൈതന്യത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ മാത്രമേ നല്ല രീതിക്ക് നമുക്ക് മോൾഡ് ചെയ്ത് വളർത്തിക്കൊണ്ട് വരാൻ പറ്റത്തുള്ളൂ. ഇതൊക്കെ ദൈവത്തിൻ്റെ വലിയൊരു ദാനമല്ലേ? എനിക്ക് ഒരു അപ്പനാകാൻ പറ്റുക, അത് വലിയ കാര്യമല്ലേ? അല്ല, ഇത് നിസ്സാര കാര്യമാണോ? എനിക്കൊരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പറ്റുക, ആ പിതാവായ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ ഞാൻ പങ്കാളിയാകുക, ഇതൊക്കെ ചെറിയ കാര്യമാണ്? ചെറിയ കാര്യമൊന്നും അല്ല. ആ ഒരു ബ്ലെസ്സിങ് ഒക്കെ കിട്ടുന്നത് നമുക്ക് അങ്ങനെ ഒരു വിശദീകരിച്ച് വരുമ്പോഴാണേ. അതിനുശേഷം നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്, അതിനുശേഷം കർത്താവ് അരുൾ ചെയ്യുന്നത് കേട്ടു, ആരെയാണ് ഞാൻ അയക്കുക? ആരാണ് നമുക്ക് വേണ്ടി പോവുക? യെശയ്യാ മറുപടി കൊടുക്കുകയാണ്, ഇതാ ഞാൻ, എന്നെ അയച്ചാലും. ഈ ദൈവത്തിൻ്റെ സ്വരം കേൾക്കണമെങ്കിൽ, ഈ കർത്താവിൻ്റെ ഈ സ്വരം കേൾക്കണമെങ്കിൽ, പ്രപഞ്ചത്തിലൂടെയും സമൂഹത്തിലൂടെയും ബൈബിളിലൂടെയൊക്കെ സൃഷ്ടികളിലൂടെയൊക്കെ സംസാരിക്കുന്ന കർത്താവിൻ്റെ സ്വരം നമുക്ക് തിരിച്ചറിയണമെങ്കിൽ ഈ ഒരു വിശുദ്ധീകരണം നമുക്ക് ആവശ്യമുണ്ട്. വിശുദ്ധീകരിക്കപ്പെടാതെ എൻ്റെ കുഞ്ഞെ നിനക്ക് കർത്താവിൻ്റെ സ്വരം നിനക്ക് കേൾക്കാൻ പറ്റത്തില്ല. കാരണം കർത്താവ് എപ്പോഴും നിന്നോട് സംസാരിക്കുന്നുണ്ട്, പല മാധ്യമത്തിലൂടെയും പല മീഡിയത്തിലൂടെയൊക്കെ കർത്താവ് സംസാരിക്കുന്നുണ്ട്. പക്ഷേ നിനക്കത് കേൾക്കാൻ പറ്റണമെങ്കിൽ നീ വിശുദ്ധീകരിക്കപ്പെടണം, ഞാൻ വിശുദ്ധീകരിക്കപ്പെടണം. എന്നോട് കർത്താവ് സംസാരിക്കുന്ന കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവണമെങ്കിൽ, അത് റിവീൽ ചെയ്ത് എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ വിശുദ്ധീകരിക്കപ്പെട്ടെങ്കിൽ മാത്രമേ എനിക്കത് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് നമുക്കും ഈ യെശയ്യാ പ്രവാചകൻ ഒരു മാതൃക തരികയാണ്. പ്രവാചകനെ പോലെ തന്നെ നമ്മളും നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാം. നമ്മുടെ ഓരോ തെറ്റുകൾ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം. ഇതെൻ്റെ തെറ്റാണ് അല്ലേ? ലാറ്റിൻ ക്രമത്തിലൊക്കെ ഒരു കുർബാനയ്ക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചൊക്കെ പോകുന്നുണ്ട്. ശരിക്കും അത് നമ്മൾ റിയലി ആക്സെപ്റ്റ് ചെയ്ത് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് അംഗീകരിക്കാം. നമ്മുടെ കുറവിനെ നമുക്കല്ലേ അറിയത്തുള്ളൂ, നമ്മളല്ലേ മാറ്റം വരുത്തേണ്ടത്. നമുക്ക് മാറ്റം വരുത്താം. ഈ കർത്താവിൻ്റെ സ്വരം നമുക്ക് കേൾക്കണം. അനുദിന ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യണം കർത്താവ് പറഞ്ഞു തരുന്നത് നമുക്ക് കേൾക്കാൻ പറ്റണം. അങ്ങനെയെങ്കിൽ മാത്രമേ നല്ലൊരു വിശുദ്ധീകരിക്കപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് നമ്മൾ പോകത്തുള്ളൂ. അല്ലെങ്കിൽ എന്നും ഇങ്ങനെ രോഗവും ദുരിതവും കഷ്ടപ്പാടും നഷ്ടങ്ങളൊക്കെ സഹിച്ച് ഇങ്ങനെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കും. ഒരു ജീവിതത്തിനൊരു മാറ്റം വരണം. അതിനുവേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. എൻ്റെ പൊന്നു കർത്താവേ, ഞങ്ങളുടെ കുറവുകൾ, അറിയാതെ പറ്റുന്ന വീഴ്ചകൾ, വാക്കാല ഉപേക്ഷയാലൊക്കെ ഞങ്ങൾ ചെയ്യുന്ന ഓരോ തെറ്റുകൾ ഞങ്ങൾക്ക് ബോധ്യമാക്കി തരണമേ. അത് ഒന്ന് ഹൃദയത്തിൽ അംഗീകരിക്കാനുള്ള ആ എളിമയെന്ന പുണ്യം, അത് വലിയ ദാനമാണല്ലോ എൻ്റെ പൊന്നു കർത്താവേ. ആ ഒരു എളിമ ഞങ്ങൾക്ക് തരണമേ. ആ എളിമ ഉണ്ടെങ്കിലല്ലേ ഞങ്ങളെ തന്നെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റത്തുള്ളൂ, ഞങ്ങളുടെ കുറവിനെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ, അതിനെ നികത്താനായിട്ടുള്ള സ്റ്റെപ്സ് എടുക്കാൻ പറ്റത്തുള്ളൂ. എൻ്റെ പൊന്നു കർത്താവേ, നീ അതിനുള്ള കൃപ നീ വാങ്ങിച്ചു തരണമേ. എളിമയുടെ നിറകുടമായ പരിശുദ്ധ കന്യാമറിയമേ, ഞങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകളെ നീ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, നിൻ്റെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചുള്ളമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.